അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ലോകത്തെമ്പാടുമുള്ള സത്യവിശ്വാസികൾ ഏറെ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി കാത്തിരുന്ന മഹത്തായ ആ മാസം വന്നിരിക്കുകയാണ്. നമ്മുടെ മഹത്തുക്കളായ മുൻഗാമികൾ പരിശുദ്ധ റമദാൻ മാസത്തിന്റെ 6 മാസം മുമ്പ് തന്നെ അങ്ങനെ ഒരു റമദാനിലേക്ക് എത്താൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. പരിശുദ്ധ റമദാനിന് ശേഷം പിന്നെയുള്ള 6 മാസക്കാലം റമദാൻ മാസത്തിൽ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ പടച്ചതമ്പുരാൻ സ്വീകരിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. അഥവാ ജീവിതത്തെ പരിശുദ്ധ റമദാനിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരുന്നത്. അത്രമേൽ പ്രധാനമായ ഒരു മാസമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. വിശ്വാസികളുടെ സീസണാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാൻ മാസം. കരിമ്പാറകളിൽ പോലും പുല്ലുമുളക്കുന്ന ഒരു സന്ദർഭമാണ്. മനസ്സിന്റെ ഉള്ളിൽ വിശ്വാസത്തിന്റെ ഒരു നേരിയ കണികയെങ്കിലും ഉള്ളവർക്ക് അത് സജീവമാകുന്ന, ആരാധനകളിലൊക്കെ സജീവമാകുന്ന ഒരു സന്ദർഭമാണ്. പരിശുദ്ധ റമദാൻ മാസത്തിന്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. അത് മനുഷ്യർക്കാകമാനം സന്മാർഗമായി പ്രപഞ്ചനാഥൻ ഇറക്കി തന്നിട്ടുള്ള പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ സന്ദർഭമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ റമദാൻ വിശേഷപ്പെട്ടതായി മാറുന്നത്. അതുവരേക്കും അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്തിന് എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ളതാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആനിന്റെ മാർഗമാണ് യഥാർത്ഥത്തിൽ വിജയത്തിന്റെ വഴി. ആ ഖുർആൻ ലഭിച്ചതിന്റെ നന്ദി പ്രകടനമായി കൊണ്ട് പ്രപഞ്ചനാഥന്റെ മുമ്പിൽ പരിപൂർണമായും കീഴൊതുങ്ങുകയും ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുവാനുള്ള ആഹ്വാനമാണ് പരിശുദ്ധ റമദാൻ നൽകുന്നത്. ഈ റമദാനിന് വേണ്ടി നമ്മൾ എത്രത്തോളമാണ് ഒരുങ്ങിയത് എന്നതിനനുസരിച്ച് അതിന്റെ പ്രയോജനവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഏതൊരു കാര്യവും അതിനുവേണ്ടി ഒരുങ്ങുന്നതിനനുസരിച്ചാണല്ലോ പ്രയോജനപ്പെടുത്താൻ കഴിയുക. പരിശുദ്ധ റമദാനിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തി മഹാവിജയം കരസ്ഥമാക്കി സ്വർഗത്തിൽ നോമ്പുകാർക്ക് വേണ്ടി മാത്രം ഒരുക്കിയിട്ടുള്ള റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരുണ്ട്. അത് ഏറ്റവും നന്നായി റമദാനിനെ പ്രയോജനപ്പെടുത്തിയവർക്ക് ഉള്ളതാണ്. എന്നാൽ അശ്രദ്ധമായി അലംഭാവം കാണിച്ച് ഈ മാസത്തെ അവഗണിച്ച് തള്ളിയവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപക്ഷെ നോമ്പെടുത്താൽ പോലും അവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് പട്ടിണി മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇതിന്റെ പൊരുളറിഞ്ഞ് ആത്മാർത്ഥമായി ഈ പരിശുദ്ധ റമദാനിൽ നോമ്പ് നോൽക്കുന്നവർക്കാണ് മഹത്തായ പ്രതിഫലമുള്ളത്. കമിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലാഹ്. എത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് പട്ടിണിയല്ലാത്ത ഒന്നും ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള നിർഭാഗ്യവാന്മാരുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിലേക്ക് ഈ ഇബാദത്തിനെ അവർ സ്വീകരിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. എന്താണോ ഈ മാസത്തിൽ നിന്ന് നേടിയെടുക്കേണ്ടത് അത് നേടിയെടുക്കാൻ അവർ പരിശ്രമിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും ഈ റമദാൻ മാസത്തിൽ ഈമാനോടുകൂടി അതോടൊപ്പം വീണ്ടും വിചാരത്തോടുകൂടി നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്നാണ്. ജീവിതം മുഴുവനായും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കുന്നു. ആ ജീവിത റെക്കോർഡിൽ നിന്ന് നമുക്ക് അനുകൂലമല്ലാത്തതെല്ലാം മായ്ച്ചു കളയാനും കൃത്യമായി എഡിറ്റ് ചെയ്യാനും അങ്ങനെ പരലോകത്ത് അവതരിപ്പിക്കപ്പെടുന്ന ജീവിത റെക്കോർഡിനെ വിശുദ്ധമാക്കുവാനുമുള്ള ഒരു സന്ദർഭമാണിത്. അത്തരത്തിൽ ഈ റമദാൻ മാസത്തെ പ്രയോജനപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. പ്രപഞ്ചനാഥൻ നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.